അവസാനം ഒരുപാട് ഉദ്യോഗങ്ങൾക്കും ഒരുപാട് ആകാംക്ഷയ്ക്കും ഇടയിൽ KPCCയുടെ ഭാരവാഹി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നു. 15ഓളം വൈസ് പ്രസിഡന്റുമാർ. ഒരു അത്ഭുതമാണ്. 15 വൈസ് പ്രസിഡന്റുമാർ, 6 നേതാക്കളെ കൂടി രാഷ്ട്രീയകാര്യ സമിതിയിൽ. അപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയും വലിയൊരു സമിതിയായി, ഒരു കല്യാണ പന്തലിൽ മീറ്റിംഗ് വിളിക്കേണ്ട സ്ഥിതിയിലേക്കായി. അതിനേക്കാളൊക്കെ വളരെ രസകരമാണ് ജനറൽ സെക്രട്ടറിമാർ. KPCC ഓഫീസിൽ ചെന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിടിച്ച് നടക്കാൻ പറ്റാത്ത രീതിയിൽ 59 ജനറൽ സെക്രട്ടറിമാർ. അത് രസകരമാണ്. അതിലകത്ത് നമ്മുടെ BJP നിന്ന് ചാടിപ്പോയ BJP തിരുവനന്തപുരത്തേക്ക് റാലി നടത്താൻ വന്നപ്പോൾ ചാടിപ്പോയ ഒരാളുണ്ട്, വണ്ടിയിൽ നിർത്തി ചാടിക്കളഞ്ഞു. അദ്ദേഹം സന്ദീപ് വാര്യർ ഈ ഇടയ്ക്ക് 10 ദിവസം ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്നാൽ എന്താണ്, ജയിലിൽ കിടന്ന് പുറത്ത് വന്നപ്പോൾ മധുരമനോഹരമായ KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സന്ദീപ് വാര്യറുണ്ട് ജനറൽ സെക്രട്ടറി ആയിട്ട്. ജ്യോതികുമാർ ചാമക്കാല അവരുടെ ജിഹ്വ, ഈ ചാനൽ ജിഹ്വ, മാധ്യമ ജിഹ്വ, വീരൻ പുലി പുപ്പുലി ജ്യോതികുമാർ ചാമക്കാല, പിന്നെ അങ്ങനെ തുടങ്ങി വളരെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകളെ KPCC ജനറൽ സെക്രട്ടറിമാരാക്കിയിട്ടുണ്ട്. 59 പേരെ ആക്കിയിട്ടുണ്ടെന്നാണ്. ചില പത്രങ്ങളിൽ 58 കിടക്കുന്നു, ചിലത് 59 കിടക്കുന്നു. എന്തായാലും 59 പിടിക്കാം, നമുക്ക് വലിയ സംഖ്യ പിടിക്കാം. അപ്പോഴും ഒരു പേര് വിട്ടുപോയോ എന്നൊരു സംശയം എനിക്കുമുണ്ട്, ഞങ്ങൾക്കുമുണ്ട്. ഷമാ മുഹമ്മദിനെ കൂടി ഉൾപ്പെടുത്താമായിരുന്നു. കാരണം അവർ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. 2 അവർ വനിതയാണ്. 3 അവർ ചാനൽ ചർച്ചയിലൊക്കെ എന്തുമാത്രം തരത്തിലാണ് കോൺഗ്രസിനെതിരെ വരുന്ന ആരോപണങ്ങളെ, അതുപോലെ തന്നെ UDFനെതിരെ വരുന്ന ആരോപണങ്ങൾ അവരെ പ്രതിരോധിക്കുന്നത്. ആ ഷമാ മുഹമ്മദിനെ പല കാരണങ്ങളാൽ പരിഗണിക്കുന്നില്ല. ദീപ്തി മേരി വർഗീസിനെ പരിഗണിച്ചു, ഒരുപാട് വനിതകളെ പരിഗണിച്ചു. അങ്ങനെ ഒരുപാട് പേരെ പരിഗണിച്ചപ്പോഴും ഒരു മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു വനിതയായിട്ടുള്ള ഷമാ മുഹമ്മദിനെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിവ് തന്നെയാണോ മാനദണ്ഡം എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ, ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ, ഒരു വനിത ആ പാർട്ടി നേതാക്കളോട് കഴിവാണോ മാനദണ്ഡം അല്ലേ മാനദണ്ഡം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കഴിവാണോ മാനദണ്ഡം, രണ്ടിനും അർത്ഥമുണ്ട്, രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്. കഴിവാണോ ഇവിടെ മാനദണ്ഡം എന്ന് ചോദിച്ചാൽ കഴിവല്ലല്ലോ മാനദണ്ഡം എന്നൊരർത്ഥവും ഉണ്ട് അതിനകത്ത്. ഇനി കഴിവല്ല മാനദണ്ഡം എന്ന് പറഞ്ഞാൽ കഴിവല്ല മാനദണ്ഡം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ അവർ കഴിവിനെ പിടിച്ചിട്ടാണ് എബിലിറ്റിയെ പിടിച്ചിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴിവ് ഒരു മാനദണ്ഡമാണോ ഇവിടെ എന്നൊരു ചോദ്യം ഷമാ മുഹമ്മദ് ചോദിച്ചിട്ടുണ്ട്. അതൊരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട് ഒരു വിവാദമില്ലാത്തൊരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അവരെ കൂടി, ഇപ്പോൾ 59 60 എന്ന് വിചാരിച്ചിട്ട് ആകാശം ഒടിഞ്ഞ് താഴെ വരികയില്ല, ഭൂമിയിൽ പ്രളയം ഉണ്ടാവില്ല, ഒരു കാര്യവും സംഭവിക്കത്തില്ല. 60 അവിടെ വല്ലതും സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. ഒരിക്കലും മനസ്സിലാവാത്ത ഒരു 5 10 ജനറൽ സെക്രട്ടറിമാരെ വെച്ചാൽ പിന്നെ നമുക്ക് മനസ്സിലാവില്ല. ഒരു 14 ജില്ലയ്ക്ക് 14 ജനറൽ സെക്രട്ടറി, ഇത് 60 ജനറൽ സെക്രട്ടറി. ഇനിയിപ്പോൾ സെക്രട്ടറിമാർ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയകാര്യ സമിതിയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും പിന്നെ ഇനിയിപ്പോൾ സെക്രട്ടറിമാരും ജില്ലാ പ്രസിഡന്റുമാരും എല്ലാം കൂടെ ആണെങ്കിൽ വലിയ ഓഡിറ്റോറിയത്തിലല്ലേ മീറ്റിംഗ് നടത്താൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും തീരുമാനമെടുക്കാൻ പറ്റുമോ ഇതൊരു പാർട്ടി എന്നുള്ള നിലയിൽ? അതൊക്കെ പക്ഷേ അവരുടെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യം. നമ്മളതിനകത്തൊന്നും ഇടപെടുന്നില്ല, നമ്മൾക്ക് അതിന് അഭിപ്രായവുമില്ല, കുറ്റപ്പെടുത്തലുമില്ല. പക്ഷേ പൊതുജനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ ജംബോ സമിതികൾ എടുത്തിരിക്കുന്നതാണ് എല്ലാ ചാനലുകളും എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. ജംബോ സമിതി എന്നാണ്, വളരെ വലിയ സമിതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വരുന്നവർക്കും എന്തെങ്കിലും ഗുണമുണ്ട്. KPCC ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ പദവിയാണ്. പക്ഷേ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 4 5 പേർക്ക് കൊടുക്കുന്നതിന് പകരം 59 ജനറൽ സെക്രട്ടറിമാർ, ഒരു വല്ലാത്തൊരു സംഭവമാണ്. അപ്പോഴും ഷമാ മുഹമ്മദിനെ പോലെയുള്ള ആളുകളെ തടയുന്നു. ബാക്കി എല്ലാവരെയും എടുത്തിട്ട് കണ്ണൂർ പോലുള്ളൊരു സ്ഥലത്ത് നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു നേതാവ്, പ്രത്യേകിച്ച് കണ്ണൂരിൽ അറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ മുൻതൂക്കമുള്ള, അവിടെ നിന്നൊരു മുസ്ലിം വനിത നേതാവായി വരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ പ്രതിരോധത്തിലൂടെ കയറി വന്നിട്ടുള്ള ആ വനിതയെ കൂടി എനിക്ക് പരിചയമില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഷമാ മുഹമ്മദിനെ കൂടി പരിഗണിക്കണമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. കാരണം അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്, അവരെ എടുക്കത്തില്ല. ഇതുപോലത്തെ കാര്യങ്ങൾ നിർണ്ണയിക്കുമ്പോഴും അവരെ എടുക്കത്തില്ല. പിന്നെന്തിനാണ് ഈ പാർട്ടിക്കകത്ത്? അല്ലെങ്കിൽ അങ്ങനത്തെ പാർട്ടി ആയിരിക്കണം, കേഡർ പാർട്ടി ആയിരിക്കണം. ഇപ്പോൾ സംഘപരിവാറിലൊക്കെ ആളുകൾ പ്രവർത്തിക്കുന്നില്ല, സ്ഥാനമില്ല, ത്യാഗമാണെല്ലാം, പദവിയില്ല, അല്ലെങ്കിൽ വാഹനമില്ല, ഒന്നുമില്ല, നിങ്ങൾക്ക് ത്യാഗമാണ് കംപ്ലീറ്റ് എന്ന് പറയുന്നതല്ലല്ലോ കോൺഗ്രസ്.
സർവ്വസംഘ പരിത്യാഗികളുടെ പാർട്ടിയൊന്നും അല്ലല്ലോ. എല്ലാവരും സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് അതിനകത്ത് നന്നായി പ്രവർത്തിക്കുന്നത്. കിട്ടിയില്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രം ഗ്രൂപ്പ് കളിച്ച് നിൽക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. KC വേണുഗോപാലിൻ്റേതാണ് ഈ പാനൽ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇത്രയും ആളുകൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിൽ KC വേണുഗോപാലിൻ്റെയാണ്, ഒക്കെ ജിനേഷും ഒക്കെ വേണുഗോപാലിൻ്റെ നോമിനിയാണെന്നൊക്കെ പറഞ്ഞ് അത് വേറെ വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിവാദം കൂടെ വരുന്നത്. KPCCയുടെ ജനറൽ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തു. ഇനിയിപ്പോൾ സെക്രട്ടറിമാരുടെ തിരഞ്ഞെടുപ്പുണ്ട്. അതിനകത്തെങ്കിലും ഷമാ മുഹമ്മദിനെ അംഗീകരിക്കുമോ എന്നറിയില്ല. അതോ ഇനി വക്താവായിട്ടോ വേറെ എന്തെങ്കിലും ഒരു പോസ്റ്റിലേക്ക് പൊസിഷൻ ചെയ്യുമോ എന്നറിയില്ല. കാരണം അവർ പരാതി പറഞ്ഞു കഴിഞ്ഞു, അവരോടൊപ്പം നിൽക്കുന്നവരും പരാതി പറഞ്ഞു. സ്വാഭാവികമായിട്ട് അത് പരിഹരിക്കുന്ന നിലയിൽ ഇനി എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമോ നമുക്കറിയില്ല. കാരണം ഇത് KC വേണുഗോപാലാണ് പ്രഖ്യാപിച്ചത്. AICCയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഇപ്പോൾ KC വേണുഗോപാൽ, അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഇനി ഒരു പ്രഖ്യാപനം അഡീഷണൽ ചിലപ്പോൾ വരുമോ എന്നറിയില്ല. പാർട്ടിയാണ്, കോൺഗ്രസ് പാർട്ടിയാണ്, എന്ത് സംഭവിക്കാം, നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരാളെ കൂടെ എടുത്തുകൊണ്ടുള്ള ഉത്തരവാദിത്വപരമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാം. എന്തായാലും KPCCയുടെ ഒരു തലവേദന, വലിയൊരു തലവേദന അവർ ഒഴിവാക്കിയിരിക്കുകയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം വളരെ വലിയ തോതിലാണ് അവർ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ വിഭാഗമുണ്ട്, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരുണ്ട്, VD സതീശനോടൊപ്പം നിൽക്കുന്നവരുണ്ട്, K മുരളീധരന് ഒരു ചെറിയ ഫ്രാക്ഷനുണ്ട്, അതുപോലെ തന്നെ KC വേണുഗോപാലിനൊരു കുറച്ച് വലിയ ഫ്രാക്ഷനുണ്ട്, സണ്ണി ജോസഫിനെ പോലുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഫ്രാക്ഷൻ ഉണ്ട് കോൺഗ്രസിനകത്ത്. ഇല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും ഓരോ വലിയ നേതാക്കൾ, പിന്നെ ആൻ്റണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൻ്റണി ലീഡർഷിപ്പ് എടുക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം ആൻ്റണിയാണ് വലുതെന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഇതിനിടയിൽ ഒരു പരാതി കൂടെ വന്നായിരുന്നു കേട്ടോ. നമ്മുടെ ചാണ്ടി ഉമ്മൻ്റെ ഒരു പരാതി വന്നു. ചാണ്ടി ഉമ്മനോട് പോലും ചോദിക്കാതെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊരു ചോദ്യവും വളരെ പ്രധാനമാണ്. ഉമ്മൻചാണ്ടിയുടെ മകനാണ് എന്നതിലുപരി ചാണ്ടി ഉമ്മൻ വളരെ പെർഫോമൻസ് ഉള്ള ഒരു MLA ആണ്, വളരെ പെർഫോമൻസ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ ചാണ്ടി ഉമ്മനെയും വെട്ടുന്നു, എന്താണെന്നറിയില്ല. ചാണ്ടി ഉമ്മനെയും ഒഴിവാക്കിയിരിക്കുന്നു. നമ്മുടെ അബിൻ വർക്കി, അദ്ദേഹം ദേശീയ തലത്തിലൊക്കെ പോയി കറങ്ങി പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യം കാണിക്കുന്ന അബിൻ വർക്കിയെ മാറ്റിയത് എന്ത് ന്യായത്തിലാണെന്നൊരു ചോദ്യവും കേരളത്തിൽ കിടപ്പുണ്ട്. അത് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ മാറ്റിയതെന്ന് കൽപ്പറ്റ നാരായണനെ പോലുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്. സാഹിത്യകാരനായ കൽപ്പറ്റ നാരായണൻ ചോദിക്കുന്നുണ്ട്, ഇത് അബിൻ വർക്കിയെ മാറ്റിയത് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ? കാര്യം KPCC പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണ്, യൂത്ത് കോൺഗ്രസ് ക്രിസ്ത്യാനി ആയാൽ, മഹിളാ കോൺഗ്രസ് എല്ലാം ക്രിസ്ത്യാനി മുസ്ലിമായ പിന്നെ ഹിന്ദുക്കളുടെ ഒരു ബഹളം ഉണ്ടാകുമോ? അതൊരു ബാലൻസിങ് ചെയ്തതാണോ? അങ്ങനെ ബാലൻസിങ്ങിലാണെങ്കിലും അബിൻ വർക്കിയെ ഒഴിവാക്കിയത് ശരിയായില്ല. ഇന്ന് യൂത്ത് കോൺഗ്രസിനെ കേരളത്തിൽ നയിക്കാൻ ഏറ്റവും കഴിവുള്ള വ്യക്തി അബിൻ വർക്കി തന്നെയാണ്. അബിൻ വർക്കി രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഏറ്റവും പ്രശസ്തനും പ്രമുഖനും. അത് കഴിഞ്ഞാൽ അബിൻ വർക്കി തന്നെയാണ് ഏറ്റവും മിടുക്കനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആവാൻ എന്തുകൊണ്ടും അർഹൻ. അവിടെയാണ് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയും ഗ്രൂപ്പ് മാനേജർമാരുടെയും ഒക്കെ ഇടപെടലുകൾ കൊണ്ട് പേരുകൾ മാറിമറിയുന്നത്. അങ്ങനെ മാറിമറിയുന്നിടത്ത് ജാതിയും മതവും വർഗവും ഒക്കെ കയറി വരുന്നുണ്ടോ എന്നുള്ളത് കഷ്ടമാണ്. ഷമാ മുഹമ്മദ് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് അബിൻ വർക്കിക്കും ബാധകം. ഇതിൽ കഴിവാണോ മാനദണ്ഡം, മറ്റെന്തെങ്കിലും ഉണ്ടോ? അത് അബിൻ വർക്കിക്ക് വരുമ്പോൾ അത് മതപരമാണെങ്കിൽ, ഷമാ മുഹമ്മദിലേക്ക് വരുമ്പോൾ അത് സ്ത്രീ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരുപാട് അർത്ഥമുണ്ട്.